നിന്റെ ജീവനെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്റെ നാളുകളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ശത്രു പറയും, നീ എത്തേണ്ടടുത്ത് നീ എത്തുകയില്ല എന്ന് ഒക്കെ തോന്നുമാറാക്കും അവൻ പറയും. പക്ഷെ അവൻ്റെ വാക്കുകളെ നീ വിശ്വസിക്കരുത്. അവൻ നിൻ്റെ ചെവിയിൽ പറയുന്നത് നീ വിശ്വസിക്കരുത്. അവൻ നിന്നെ മനസ്സ് മടുപ്പിക്കുമ്പോൾ നീ മടുത്തു പോകരുത്. നിൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. അത് പൂർത്തിയാകുവോളം ദൈവം സ്വസ്ഥനായിട്ടിരിക്കുകയില്ല. ദൈവം നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കും. നിന്നെ നടത്തേണ്ടതുപോലെ നടത്തും. നിൻ്റെ ആവശ്യങ്ങളിൽ ദൈവം ഇടപെടും. നിന്നെ ശത്രുവിൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല. അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല ഈ ദൈവം. എല്ലാ പ്രതിസന്ധികളിലും പ്രതികൂലത്തിലും നിൻ്റെ കൂടെ നടന്ന് നിന്നെ വഴി നടത്തി ബലപ്പെടുത്തി എല്ലാ മേഖലയിലും നിനക്ക് എന്തൊക്കെ വേണം അതെല്ലാം ഒരുക്കി തന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ട ഏറികളിൽ അനുഗ്രഹിച്ച് ആമേൻ സ്തോത്രം. മക്കളെയും കണ്ട് അവരുടെ നന്മയും കണ്ട് ഈ ഭൂമിയിൽ നിന്ന് മാറുകയല്ലാതെ നീ പാതി വഴിയിൽ നിൻ്റെ യാത്ര ഉപേക്ഷിച്ച് പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. നിൻ്റെ ഈ പ്രതികൂലത്തിനകത്ത് തളർന്ന് വീണ് നീ ഉറങ്ങുകയില്ല. സ്വർഗത്തിലെ ദൈവം നിൻ്റെ കൂടെ ഇരുന്ന് നിന്നെ ആശ്വസിപ്പിക്കും. ധൈര്യമായിട്ടിരിക്കുക. സത്യവാനായ ദൈവം നിങ്ങളെ വഴി നടത്തും. എല്ലാത്തിൽ നിന്നും നിങ്ങൾ പുറത്തു വരും കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് അത്ഭുതം ചെയ്യും. ഗോഡ് ബ്ലെസ് യു.